ADM നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ള വിഷയം. ഒന്നെന്ന് പറയുന്നത്, സമഗ്രമായ അന്വേഷണം നടത്താതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ദിവ്യയെ രക്ഷിക്കാൻ നോക്കുന്നു. മാത്രമല്ല, ഇതിൽ വലിയ തോതിൽ സംശയത്തിൻ്റെ നിഴലിലായവരെ രക്ഷിക്കാൻ ബോധപൂർവം തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ തെളിവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതായി ഉണ്ട്. ദിവ്യയുടെയും TV പ്രശാന്തിൻ്റെയും അരുൺ കെ വിജയൻ്റെയും ഒക്കെ കോൾ റെക്കോർഡുകൾ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് ടാപ്പർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം കോടതി അതിനുവേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കൃത്യമായി ഒരു ഹർജിയായി മഞ്ജുഷ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തുടക്കം മുതൽ നടത്തിയ അനാസ്ഥ, ഈ കൃത്യവിലോപം, അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ അവിടെ ഉദ്യോഗസ്ഥരായവർ വലിയ തോതിൽ ഗുരുതരമായ ക്രമക്കേട് നടത്തി എന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് മഞ്ജുഷയുടെയും അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള നവീൻ ബാബുവിൻ്റെ സഹോദരനായിട്ടുള്ള പ്രവീൺ ബാബുവിൻ്റെയും ആരോപണം ഗുരുതരമാണ്. ഈ രണ്ട് കാര്യങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ കേന്ദ്രത്തിൽ നിന്നും CBI വരേണ്ടതിൻ്റെ ആവശ്യകത ഉന്നയിക്കപ്പെടുന്നത്. എന്നാൽ പോലും അവരുടെ കയ്യിൽ പോലും തക്കതായ തെളിവ് ലഭിക്കണമെങ്കിൽ ഇവിടെ തെളിവുകൾ ഒരു രീതിയിലും നശിപ്പിക്കപ്പെടാതിരിക്കണം. നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വലിയ ഒരു അട്ടിമറി നടന്നു എന്നുള്ള ആരോപണം അതിശക്തമായി തന്നെ മഞ്ജുഷ ആരോപിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാകാം എന്നുള്ള സംശയം വലിയ തോതിൽ ഉയർന്നു വരികയാണ്. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നിരവധിയായ മാഫിയ സംഘങ്ങളുമായി നിരന്തരമായ പോരാട്ടത്തിലായിരുന്നു നവീൻ ബാബു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ചെളിവാരി തേക്കാൻ, അദ്ദേഹത്തിനെ കറപ്റ്റഡ് ആക്കാൻ PP ദിവ്യ അടക്കം എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിൻ്റെ സെൻഡ് ഓഫ് ചടങ്ങിൽ അപമാനിക്കാൻ കളക്ടറും ദിവ്യയും കൃത്യമായ ആസൂത്രണ പദ്ധതി ഇട്ടത് എന്ന് മഞ്ജുഷ വ്യക്തമായി പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിനെതിരെ നേരത്തെയും കൊലപാതക ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം അതിശക്തമാവുകയാണ്. അദ്ദേഹത്തിനെതിരെ മർഡർ അറ്റംപ്റ്റ് നടന്നിരുന്നു. അത് പലപ്പോഴായി പല രീതിയിലും മറച്ചു വയ്ക്കപ്പെടുകയാണ്. അദ്ദേഹം തന്നോട് പറഞ്ഞ, അതായത് മഞ്ജുഷയോട് പറഞ്ഞ പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ, മൊഴി രേഖപ്പെടുത്താൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറായില്ല. അങ്ങനെയായിരുന്നെങ്കിൽ TP ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുമായിരുന്നില്ല. കാരണം അവർ അക്യൂസ്ഡാണ്, അവർക്കെതിരെ നിരവധിയായ തെളിവുണ്ട്. അവരെങ്ങനെയാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങുക? അവരൊരു കേസുമായി ബന്ധപ്പെട്ട പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണ്. അവർക്കെതിരെ ഇത്തരത്തിൽ നിർവ്യാജം കണ്ണടയ്ക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് എന്നുള്ള വലിയ ചോദ്യം അവിടെ മഞ്ജുഷ ഉന്നയിക്കുകയാണ്.